ലിജോമോൾ ഈയിടെയായിട്ടെ എല്ലാ സിനിമകളിലും ഭയങ്കര കരച്ചിലാണല്ലോ. പണ്ട് മലയാള സിനിമയിലെ ദുഃഖപുത്രിയായിട്ട് ശാരദ എന്നുള്ളത് അടീനെ പറഞ്ഞിരുന്നു. ഇപ്പൊ അതുപോലെ ഒരു ദുഃഖപുത്രി ആവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണ് ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം ചൂസ് ചെയ്യുന്നതാണോ അതോ ഹാപ്പി ക്യാരക്ടേഴ്സിൽ ആരും ചൂസ് ചെയ്യുന്നില്ല? പൊന്മാനിൽ അത്ര വലിയ ദുഃഖപുത്രി എന്നാലും കുറെ കരഞ്ഞായിരുന്നു. ഇല്ല, അതിൽ കുറവാണ്. ഇല്ല, അതിലെവിടെ അവസാനം മാത്രമേ ഉള്ളൂ കുറച്ച് കരഞ്ഞിട്ടുള്ളൂ. അതെ, ഹസ്ബൻഡിന്റെ ആ ഒരു സംഭവത്തിൽ കരഞ്ഞിട്ടുണ്ട് പറയാം. ഇല്ല, ഇത് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് നോക്കുന്നത്. അതിലെല്ലാം അങ്ങനെ കരച്ച് ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്ന ഒരു പേടിയുണ്ടോ? ഇല്ല, കാരണം വേറെ വേറെ ജോണസിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനത്തെ പേടി. നിവിൻ ചേട്ടാ, ഒരു ചോദ്യം നിവിൻ ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ വൈകിട്ട് ചേട്ടൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാൻ വെച്ചിരുന്നൊരു ചോദ്യമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴി കൂടി നടക്കുമ്പോൾ ഒരു ബൈക്കിൽ വന്നൊരു ചേട്ടൻ എൻ്റെ പുറത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, എടാ നിവിൻ പോളിന്റെ തട്ടത്തിന്മാരത്ത് ഇറങ്ങിയിട്ടുണ്ട്, പോയി കാണാന്ന് പറഞ്ഞു. അന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് നിവിൻ ചേട്ടൻ്റെ പേര് കേൾക്കുന്നത്, സത്യം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പ്രേമത്തിന് പോയപ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അടുത്ത ഷോ ആണ് ഞാൻ കണ്ടത്. ആ സിനിമ കണ്ടതോടുകൂടി നിവിൻ പോളി എന്നുള്ളൊരു താരത്തെ ഞാൻ മനസ്സിലാക്കി. അങ്ങോട്ട് മേത്തോട്ട് അങ്ങോട്ട് കയറി, എന്നിട്ട് ഞാനൊരു ഫാനായി മാറി. എന്നിട്ട് ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു നടന്റെ ഫോം ഫില്ല് ചെയ്യുക, അസോസിയേഷനിലുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരെ കൂട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങി. പക്ഷെ അതെന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല. പിന്നെ ചേട്ടനൊരു ഡൗൺഫോൾ വന്നു കരിയറിൽ. അപ്പൊ കുറെ പേര് എന്നോട് പറഞ്ഞു, നന്നായില്ലേ അസോസിയേഷൻ ചേരാതിരുന്നത്, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നല്ലോ. പക്ഷെ പിന്നെ ഈ സർവ്വമായയിലൂടെ ചേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് നടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി തിരിച്ചു വന്നടാ എന്നുള്ള രീതിയിൽ ഞങ്ങളെപ്പോലുള്ള കുറെ പേർക്കാണ് ഭയങ്കര സന്തോഷമായത്. ശരിക്കും കുറെ നാളായിട്ട് ഡെസ്പായിട്ടിരിക്കുകയായിരുന്നു നമ്മളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഡൗൺഫോള് അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സക്സസ്, ഇതിനെയൊക്കെ ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പിന്നെ ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു വർഗോട് ഉണ്ട്, നിവിൻ പോളി ഫാൻസ്. ആ ഫാൻസിനെ ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ലാതെ എനിക്ക് തോന്നുന്നു എല്ലാ നടന്മാരും എല്ലാ നടിമാരും അല്ലെങ്കിൽ എല്ലാ ടെക്നീഷ്യൻസും ഇങ്ങനെയുള്ള എല്ലാവരും കടന്നു പോകുന്നൊരു ഫേസാണ്. ഒരു കയറ്റത്തിലൂടെ ഇരുന്ന് കടന്നു പോകും. അപ്പോൾ എനിക്ക് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, താഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് അതിന് പഠിക്കാൻ പറ്റുക, എന്താണ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്യുന്നതാണോ, അങ്ങനെ പല പല വിഷയങ്ങൾ അതിനകത്ത് വരാം. സർവമായ ദൈവാനുഗ്രഹം കൊണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു. നമ്മൾ ഇത്രയും വലിയ വിജയമാണെന്നും വിചാരിച്ചൊരു സിനിമയൊന്നല്ല സർവമായ. പക്ഷെ അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും എല്ലാം പ്രേക്ഷകർക്ക് കണക്റ്റായി, അവർക്ക് ഇമോഷണലി ആ സിനിമ കണക്റ്റായി എന്നുള്ളതാണ് ആ സിനിമയുടെ വിജയം. അത് വിജയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബേബി ഗേൾ ഇറങ്ങുകയാണ്. ഈ സിനിമയും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വിജയപരാജയങ്ങൾ നമ്മൾ എഫക്റ്റ് ചെയ്യാത്തൊരവസ്ഥയിലെത്തി എന്നുള്ളതാണ് സർവ്വമായി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്.